ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ 22ാമത്തെ ദിവസമായിട്ടോ ഇന്ന്. അപ്പോൾ 22ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഇടിയും മിന്നലും എന്നുള്ള ഭാഗമാണ് ഫിസിക്സിൽ നിന്ന് ആദ്യമായിട്ട് നോക്കുന്നത്. ഇടിയും മിന്നലും എന്നുള്ള ഭാഗമാണ്. നമ്മൾ വൈദ്യുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ധാരാവൈദ്യുതിയും സ്ഥിതവൈദ്യുതിയും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഇടിയും മിന്നലും എന്നുള്ള ഭാഗമാണ് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ചാർജിനെയാണ് മിന്നൽ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനെയാണ്, വൈദ്യുത ഡിസ്ചാർജ് ആണ് കേട്ടോ, വൈദ്യുത ഡിസ്ചാർജിനെയാണ് മിന്നൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇടിയും മിന്നലും എന്ന് പറയുന്നതിൽ? മിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ്. 10,000 ആംപിയർ അപ്പോൾ 10,000 ആംപിയർ വൈദ്യുതി നൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രകാശമാണ് മിന്നൽ എന്ന് പറയുന്നത്. 10,000 ആംപിയർ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രകാശമാണ് മിന്നൽ. മിന്നലിനോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീത വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. മിന്നലിനോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. മിന്നൽ രക്ഷാകവചം. മിന്നൽ രക്ഷാകവചം എന്താണെന്ന് നോക്കാം. മിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള സംവിധാനമാണ് മിന്നൽ രക്ഷാചാലകം. മിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള സംവിധാനമാണ് മിന്നൽ രക്ഷാചാലകം. എർത്തു ചെയ്ത മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ മേഘങ്ങളിൽ സ്വരൂപിക്കപ്പെടുന്ന ചാർജിൻ്റെ വിപരീത ചാർജ് സംഭരിക്കപ്പെടുകയും മേഘങ്ങളിൽ നിന്നും വരുന്ന ചാർജിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അതുവഴി മിന്നൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു. ആവശ്യമായ അളവിൽ ഇലക്ട്രോണുകളെ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്നും വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിനാലാണ് മിന്നൽ രക്ഷാചാലകം നന്നായി എർത്ത് ചെയ്തിരിക്കുന്നത്. മിന്നലുള്ളപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗ്ഗങ്ങൾ: വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. മിന്നലേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ: മിന്നലേറ്റ ഒരാളെ വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് നിവർത്തിക്കിടത്തണം. ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ ശരീരം മുഴുവൻ തിരുമ്മി ചൂട് പിടിപ്പിക്കണം. ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാതിരിക്കാൻ കൃത്രിമ ശ്വാസം നൽകണം. ഹൃദയമിടിപ്പ് നിലച്ചു പോകാതിരിക്കാൻ ഇടവിട്ട് നെഞ്ചിൽ ശക്തമായി അമർത്തണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1706 to 1790. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജനിച്ചത് 1706 ജനുവരി 17 അമേരിക്കയിലെ ബോസ്റ്റണിലാണ്. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചെയ്തിട്ടുള്ള എന്താണ്? വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തു. വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നും മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിലാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തിട്ടുള്ളത്? മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. അപ്പം എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത്. ആദ്യം എനിക്ക് ഇങ്ങനെ വായിക്കുമ്പം ഒരു നാക്ക് ഇങ്ങനെ പിഴക്കണ ഒരു സംഭവം എനിക്കിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വായിക്കുമ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നത് പോലെ. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ക്ഷമിക്കുക. ഓരോ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഉടയ്ക്കണ പോലെ തോന്നുന്നുണ്ട് അക്ഷരങ്ങൾ. അപ്പം നിങ്ങളത് ക്ഷമിക്കുക കേട്ടോ. അപ്പം അത് ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. എന്താണ് ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്? ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിൽ അഭയം തേടരുത്. അഭയം തേടരുത്. ഒരു കൂളോം ചാർജ് എന്ന് പറയുന്നത് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? അത് കൂളോം ആണ് അല്ലേ. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം ആണ്. ഒരേ വൈദ്യുത ചാർജുള്ള രണ്ട് സൂക്ഷ്മ വസ്തുക്കൾ ശൂന്യതയിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന വികർഷണ ബലമാണ് 9 × 10⁹ ആണെങ്കിൽ അവയുടെ ചാർജുകൾ 1 കൂളോം വീതമായിരിക്കും. ഇത് 6.25 × 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ്. അപ്പം ഒരു വൈദ്യുത ചാർജുള്ള രണ്ട് സൂക്ഷ്മ വസ്തുക്കൾ തമ്മിൽ ശൂന്യതയിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന വികർഷണ ബലം എന്ന് പറയുന്നത് 9 × 10⁻9 ആണെങ്കിൽ അവയുടെ ചാർജുകൾ എന്ന് പറയുന്നത് 1 കൂളോം വീതമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് എന്തിന് തുല്യമാണ്? 6.25 × 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ആണെന്ന് നമ്മൾ പഠിച്ചു. ശരിക്കും പഠിച്ചു വെക്കുക. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന 10⁻9 kg മാസുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിലുള്ള ബലം 9 × 10⁻9 ആണ്. അപ്പം ഭൗമോപരിതലത്തിൽ സ്ഥിതി
ചെയ്യുന്ന 10⁻9 kg മാസുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിലുള്ള ബലം എന്ന് പറയുന്നത് 9 × 10⁻9 N ആണ്. ചാർജുകളുടെ ചലനം വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. ചാലകത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയാണ്. സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയാണ്. ഇലക്ട്രോലൈറ്റും വാതകങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അയോണുകൾ മുഖാന്തരമാണ്. ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അയോണുകൾ മുഖാന്തരമാണ്. വൈദ്യുത വിശ്ലേഷണം. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് ആരാണ്? വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഇലക്ട്രോലൈറ്റ് ആണ്. വൈദ്യുതി കടത്തിവിടുന്നതിനോടൊപ്പം വിഘടനത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോലൈറ്റ് ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം കോപ്പർ, നിക്കൽ, സിങ്ക് എന്നിവയാണ് വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം. ഇനി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ്. വൈദ്യുത പ്രവാഹം നോക്കാം. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ട് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലെ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ ചാർജിൻ്റെ അളവിനെ വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നു. വൈദ്യുത പ്രവാഹ തീവ്രത ഓർ കറണ്ട് എന്ന് പറയുന്നത് ചാർജിൻ്റെ അളവ് ബൈ പ്രവഹിച്ച സമയമാണ്. പ്രവഹിച്ച സമയമാണ് വൈദ്യുത പ്രവാഹ തീവ്രത ഓർ കറന്റ് എന്നത് പറയുന്നത്. ഇനി കറന്റിന്റെ യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ആണ്. കൂളോം ബൈ സെക്കൻഡ് ആംപിയർ ആണ്. അപ്പോൾ കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ഇനി വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിന്റെ അരികിലൂടെ നടക്കുന്ന ഒരാളുടെ വേഗം ഇലക്ട്രോണുകളുടെ ചലനത്തേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. ഇത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. വൈദ്യുതവാഹിയായിട്ടുള്ള ഒരു ചാലക കമ്പിയുടെ അരികിലൂടെ നടക്കുന്ന ഒരാളുടെ വേഗം ഇലക്ട്രോണുകളുടെ ചലന വേഗത്തേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. ഓർത്തിട്ട് വെക്കുക. ഇനി അമ്മീറ്റർ ആണ് പഠിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമ്മീറ്റർ ആണ്. അളക്കുന്നതിന് അമ്മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം അമ്മീറ്റർ ആണ്. അപ്പം ഓർത്തു വെക്കുക, ഇലക്ട്രിക് കറണ്ട് അളക്കാനാണല്ലോ. അപ്പം നമ്മളുടെ അരിയൊക്കെ അളക്കുന്നത് ആരാണ്? അമ്മയാണ് അല്ലേ. അപ്പം അരി അളക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് അളക്കുന്നത് അമ്മീറ്റർ. ഇനി അമ്മീറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ, തമാശയായിട്ട് തോന്നണ്ട. ഇനി അമ്മീറ്റർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ശ്രേണിയായിട്ടാണ്. അമ്മീറ്റർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അത് ശ്രേണി രീതിയിലാണ്. അമ്മീറ്റർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ശ്രേണിയായിട്ടാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ് കറണ്ടിൻ്റെ യൂണിറ്റ്. കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് MA, മില്ലി ആംപിയർ എന്ന് പറയുന്നത്. യു അല്ല, ഇത് മൈക്രോ ആംപിയർ ആണ് കേട്ടോ. അതിൻ്റെ ചിഹ്നമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം കറണ്ടിൻ്റെ ചില യൂണിറ്റുകളാണ് MA എന്ന് പറയുന്നത്, മില്ലി ആംപിയറും മൈക്രോ ആംപിയറും. ഇനി അമ്മീറ്ററിൻ്റെ സൂചകം ഏതാണെന്ന് ശരിക്കും ഒന്ന് ഓർത്തിട്ട് വെക്കുക. ഇത് ഒന്ന് മനസ്സിലൊന്ന് പതിഞ്ഞോട്ടെ. അപ്പം ഈ സൂചകം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അമ്മീറ്ററിൻ്റെ സൂചകം. അപ്പം അമ്മീറ്റർ എന്താണ്? ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. ഇനി ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. DC-യുടെ വോൾട്ടേജ് കറണ്ട്, AC-യുടെ വോൾട്ടേജ് കറണ്ട്, ചാലകത്തിൻ്റെ പ്രതിരോധം തുടങ്ങിയവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പം DC-യുടെ വോൾട്ടേജ് കറണ്ട്, AC-യുടെ വോൾട്ടേജ് കറണ്ട്, ചാലകത്തിൻ്റെ പ്രതിരോധം തുടങ്ങിയവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഭാഗങ്ങൾ ഫംഗ്ഷണൽ ആൻഡ് റേഞ്ച് സ്വിച്ച്, ഡിസ്പ്ലേ, കോമൺ ജാക്ക്, പ്ലഗ് ഇൻ കണ്ടക്ടർ, പ്ലഗ് ഇൻ ജാക്ക്, ജാക്കുകൾ. ഏതൊരു ബൾബിൻ്റെയും ഫിലമെൻറ്റിന് ഒരു നിശ്ചിത പ്രതിരോധം ഉണ്ടായിരിക്കും. ഫിലമെൻറ്റിന് ഒരു നിശ്ചിത പ്രതിരോധം ഉണ്ടായിരിക്കും. പവറും പ്രതിരോധവും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്നു. പവറും പ്രതിരോധവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലാണ്. പവർ തുല്യമായ ബൾബുകളുടെ പ്രതിരോധവും തുല്യമായിരിക്കും. പവർ തുല്യമായിട്ടുള്ള ബൾബുകളുടെ പ്രതിരോധവും എന്താണ്? തുല്യമായിരിക്കും. പ്രതിരോധം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം. ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രതിരോധമാണ്. ഇനി അർദ്ധചാലകങ്ങളിൽ താപനില കൂടുമ്പോൾ വൈദ്യുത പ്രതിരോധം കുറയുന്നു. വൈദ്യുത പ്രതിരോധം കുറയുമ്പോൾ ചാലകത കൂടുന്നു. അർദ്ധചാലകത്തിലെ താപനില കൂടുമ്പോൾ വൈദ്യുത പ്രതിരോധം കുറയുകയും വൈദ്യുത പ്രതിരോധം കൂടുമ്പോൾ ചാലകത കൂടുകയും ചെയ്യുന്നു.
ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. ലോഹങ്ങളിലാണെങ്കിൽ താപനില കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, പ്രതിരോധത്തിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്, പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇനി ഒരു ഒമേഗ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കേട്ടോ ഓം വന്നിട്ടുള്ളത്. ഒരു ചാലകത്തിലൂടെ 1 ആംപിയർ കറന്റ് ഒഴുകുമ്പോൾ ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണെങ്കിൽ ആ ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും? 1 ഓം ആണ് അല്ലേ. അപ്പോൾ 1 ഓം എന്ന് പറയുന്നത് 1 വോൾട്ട് ബൈ 1 ആംപിയർ, 1 വോൾട്ട് ബൈ 1 ആംപിയർ ആണ്. ഒരു വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നീളം, ഛേദതല പരപ്പളവ്, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, താപനില. അപ്പോൾ ഇത് പഠിച്ചു വെക്കാം. ഒരു വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നീളം, ഛേദതല പരപ്പളവ്, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, താപനില, ഇത്രയുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായി ഇരുന്നാൽ പ്രതിരോധവും വൈദ്യുത പ്രവാഹവും വിപരീത അനുപാതത്തിലായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിട്ടിരുന്നാൽ പ്രതിരോധവും വൈദ്യുത പ്രവാഹവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഒരേ ഛേദതല പരപ്പളവിലുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലായിരിക്കും. ഒരേ ഛേദതല പരപ്പളപ്പുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലായിരിക്കും. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചാലകമാണ് പ്രതിരോധകം. അപ്പോൾ പ്രതിരോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകമാണ് പ്രതിരോധകം. ഒരു സർക്യൂട്ടിലെ പ്രതിരോധകം ക്രമമായി മാറ്റം കറന്റിനെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഓം നിയമം നോക്കാം. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയുടെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് ഓം നിയമം. ഓം നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയുടെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് ഓം നിയമം. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അതിൻ്റെ 2 അഗ്രങ്ങളിലുമുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. താപനില സ്ഥിരമായിട്ടിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. വി പ്രൊപ്പോർഷണൽ ഐ ആണ്. അപ്പോൾ വി ആർ ഐ ആണ്. ഐ വി ബൈ ആർ ആണ്. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഐ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. ആർ എന്ന് പറയുന്നത് പ്രതിരോധമാണ്. ഓം നിയമം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് ജോർജ് സൈമൺ ഓം ആണ് ഓം നിയമം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം എന്ന് നൽകിയിരിക്കുന്നു. അപ്പം ജോർജ് സൈമൺ ഓമിനോടുള്ള ആദരസൂചകമായിട്ടാണ് പ്രതിരോധത്തിൻ്റെ യൂണിറ്റിന് ഓം എന്ന പേര് നൽകിയിരിക്കുന്നത്. പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടുകളിൽ അതിൽ ശ്രേണി രീതിയും സമാന്തര രീതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. ശ്രേണി രീതി സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റപ്പാതയിലൂടെ പൂർത്തിയാക്കുന്ന രീതിയാണ് ശ്രേണി രീതി. ആ ഒരു ഡയഗ്രാം അവിടെ ശ്രദ്ധിക്കുക. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ എന്ത് ചെയ്യുന്നു? ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ട് ബന്ധിപ്പിച്ചിട്ട് സർക്യൂട്ട് ഒറ്റപ്പാതയിലൂടെ പൂർത്തിയാകുന്ന രീതിയാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയായി ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ശ്രേണി രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കൂടുന്നു. ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്? പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. V1 + V2 ആണ്. കറണ്ട് എല്ലാ പ്രതിരോധങ്ങളിലും ഒരുപോലെയാണ്. അപ്പോൾ V IR1 V2 IR2 ആണ്. അപ്പം ഇനി പ്രതിരോധങ്ങളുടെ ശ്രേണി സർക്യൂട്ടിൽ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സകല പ്രതിരോധങ്ങളുടെ ആകെ തുകയായിരിക്കും. R1 + R2 ആണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. തുല്യമാണോ? ശ്രേണി രീതിയിലെ കറണ്ട് തുല്യമാണ് അല്ലേ. ഇനി ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമാണ്. ഇതും കറക്റ്റ് ആണ് അല്ലേ. എന്താണ് ആകെ EMF? എന്താണ്? സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതും കറക്റ്റ് ആണ്. ഇനി സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. സർക്യൂട്ടിൽ എന്താണ്? ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. അതെന്താണ്? തെറ്റാണ് അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഈ ഒരു ശ്രേണി രീതിയും സമാന്തര രീതിയും അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒരു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. സമാന്തര രീതി നോക്കാം. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ സമാന്തരമായിട്ട് ഘടിപ്പിക്കുന്നത് മൂലം കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുന്ന രീതിയാണ് സമാന്തര രീതി. സമാന്തര രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുന്നത് മൂലം കറണ്ട് ഓരോ ശാഖകളിലും വിഭജിച്ചിട്ട് സർക്യൂട്ട് പൂർത്തിയാക്കുന്ന രീതിയാണ് സമാന്തര രീതി. അതിൻ്റെ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. സമാന്തര രീതി എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്? പ്രതിരോധങ്ങളെ സമാന്തരമായിട്ടാണ് അല്ലേ. അപ്പം
സർക്യൂട്ടിലെ ആകെ കറണ്ട് എന്ന് പറയുന്നത് ശാഖാ സർക്യൂട്ടിലെ കറണ്ടുകൾക്ക് തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പം ആകെയുള്ള കറണ്ടുകളുടെ തുകയ്ക്ക് സർക്യൂട്ടുകളുടെ ആകെ കറണ്ട് എന്താണ്? ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പം I1 പ്ലസ് I2 ആണ്. ഇനി R1 R2 എന്നീ പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എങ്ങനെയായിരിക്കും നോക്കാം. 1/R = 1/R1 പ്ലസ് 1/R2 ആണ്. അപ്പം R = R1 ഇൻറ്റു R2 R1 പ്ലസ് R2 ആണ്. അപ്പോൾ 6 പ്രതിരോധങ്ങളുള്ള N പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം R = R/N ആണ്. പ്രതിരോധങ്ങളുടെ എണ്ണമാണ് N എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് ഒരു പ്രതിരോധത്തിൻ്റെ മൂല്യമാണ്. N R എന്ന് പറയുന്നത്. ഇനി പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിലും പ്രതിരോധങ്ങൾ സമാന്തര രീതികളും. അപ്പം ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കട്ടെ. നന്നായിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണേ. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിലാകുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു. സഫല പ്രതിരോധം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സമാന്തര രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കുറയുന്നു. ശ്രേണിയിലാണെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത്, സമാന്തര രീതിയിലാണെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി കറണ്ട് എല്ലാ പ്രതിരോധങ്ങളിലും തുല്യമായിരിക്കും. ശ്രേണി രീതിയിലാണെങ്കിൽ എങ്ങനെയാണ്? ശ്രേണിയായിട്ടല്ലേ. അപ്പം എല്ലാ പ്രതിരോധങ്ങളിലും തുല്യമായിരിക്കും ഈ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ. ഇനി ഓരോ പ്രതിരോധകത്തിൻ്റെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തം. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് വിഭജിക്കപ്പെടുന്നു. അപ്പം സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തിലൂടെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തമാണ്. അത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് വിഭജിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിലാണെങ്കിൽ ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. അത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് വിഭജിക്കുന്നു. ഇനി സമാന്തര രീതിയിലാണെങ്കിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം എല്ലാ പ്രതിരോധകങ്ങൾക്കും തുല്യമായിരിക്കും. ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. ശ്രേണി രീതിയിൽ ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ സമാന്തര രീതിയിലാണെങ്കിൽ ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ശ്രേണി എന്ന് പറയുന്നത് നേരെയാണല്ലോ. അപ്പം ഓരോ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരു സ്വിച്ച് മതി. ഇനി SCRT പാഠഭാഗങ്ങളിലൂടെ എന്നുള്ള ഭാഗമാണ്. 4 ഓം 2 ഓം പ്രതിരോധങ്ങളെ ശ്രേണിയായിട്ട് ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങളിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ നോക്കാം. V = 6 വോൾട്ട് ആണ് അല്ലേ. 6 വോൾട്ട് ആണ്. R എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. ശ്രേണി രീതിയായിട്ടാണല്ലോ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 4 + 2 ആണ്, 6 ഓം ആണ്. ഇനി R എന്ന് പറയുന്നത് V/I ആണല്ലോ. അപ്പം R = 6/1 ആണ്. കറൻറ്റ് എന്ന് പറയുന്നത് 6/6 എത്രയാണ്? 1 A ആണ് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് 12 വോൾട്ട് 4 വോൾട്ട് പ്രതിരോധങ്ങളെ 12 ഓം 4 ഓം പ്രതിരോധങ്ങളെ സമാന്തരമായിട്ട് ഘടിപ്പിച്ചാൽ 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം R1 തന്നിട്ടുണ്ട് 12 ഓം ആണ്. R2 ആണെങ്കിൽ 4 ഓം ആണ്. V തന്നിട്ടുണ്ട് 12 V ആണ്. അതിൽ 1/R = 1/R1 പ്ലസ് 1/R2 ആണ്. 1/R = 1/12 പ്ലസ് 1/4. അപ്പം അതിൽ 4 പ്ലസ് നമുക്കറിയാം, ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. 4 + 12/12 × 4 16/48 ആയിരിക്കും. 6 എന്ന് പറയുന്നത് 16/48 3 ഓം ആണ്. ഇനി കറണ്ട് കറണ്ട് എന്ന് പറയുന്നത് V/R ആണല്ലോ. അപ്പോൾ 12/3 ആണ്, 4 A ആണ്. വോൾട്ടത സ്ഥിരമായിരിക്കുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ കറണ്ട് കുറയുന്നു. വോൾട്ടത സ്ഥിരമായിട്ടിരിക്കുകയാണെങ്കിൽ സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കെമിസ്ട്രിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സംയുക്തങ്ങൾ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. NaHCO3 ആണ് സോഡിയം ബൈകാർബണേറ്റ്. പൊട്ടാസ്യം ബൈകാർബണേറ്റ് KHCO3. വ്യാവസായിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന അശുദ്ധ രൂപത്തിലുള്ള സോഡിയം കാർബണേറ്റ് ആണ് ബ്ലാക്ക് ആഷ്. സോഡിയം കാർബണേറ്റ് ആണ് ബ്ലാക്ക് ആഷ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം കാർബണേറ്റ് എന്ന സംയുക്തം അറിയപ്പെടുന്നത് പേൾ ആഷ് എന്നാണ്. പൊട്ടാസ്യം കാർബണേറ്റ് അറിയപ്പെടുന്നത് പേൾ ആഷ് എന്നും സോഡിയം കാർബണേറ്റ് അറിയപ്പെടുന്നത് ബ്ലാക്ക് ആഷ് എന്നുമാണ്. ഇനി സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേക്കിംഗ് പൗഡർ ആണ്. ഫെർട്ടിലൈസർ ആയി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. റോഡിലെ മഞ്ഞുരുകി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. സോഡിയം ക്ലോറൈഡ്.
ഇനി പഠിക്കുന്നത് പൊട്ടാസ്യമാണ്. രക്തസമ്മർദ്ദ രോഗികൾ കറിയുപ്പിന് പകരം ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണ്. രക്തസമ്മർദ്ദ രോഗികൾ കറിയുപ്പിന് പകരം ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണ്. ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗം പൊട്ടാസ്യമാണ്. ആർത്രൈറ്റിസ് എന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പൊട്ടാസ്യമാണ്. ആർത്രൈറ്റിസ്, പൊട്ടാസ്യം. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ KNO3. നൈറ്റർ KNO3 എന്ന് പറയുന്നത് വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് KNO3. ഇനി ഫെർട്ടിലൈസർ ആയി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഫെർട്ടിലൈസർ ആയി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോഡിയം നൈട്രേറ്റ് ആണ് ഫെർട്ടിലൈസർ ആയി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തം. ഇനി ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഫ്റ്റ് സോപ്പ് ലിക്വിഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. ബദാമിലുള്ള മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ്. ബദാമിലുള്ള മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ്. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയമാണ്. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയമാണ്. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റ് ആണ് സീസിയം കാർബണേറ്റ്. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റ് ആണ് സീസിയം കാർബണേറ്റ്. ഇനി രാസനാമങ്ങളും രാസസൂത്രവുമാണ് നോക്കുന്നത്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. ചിലി വെടിയുപ്പ് ചിലി സാൾട്ട് പീറ്റർ. ചിലി സാൾട്ട് പീറ്റർ. സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് ആണ് ചിലി വെടിയുപ്പ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് Na2CO3. ബേക്കിംഗ് പൗഡർ അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് എന്ന് പറയുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് NaOH ആണ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. സോഡ ആഷ് സോഡിയം കാർബണേറ്റ് Na2CO3. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ് ആണ്. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ് Na2SiO3. ഇനി വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്. ഹൈപ്പോ എന്ന് പറയുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. Na2S2O3 ആണ്. ബെറാക്സ് സോഡിയം ബോറേറ്റ്. Na2B4O7 10H2O. ഇനി ബ്രെയിൻ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ലായനിയാണ് NaCl ആണ്. ബ്രെയിൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ലായനിയാണ് NaCl. നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് KNO3. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് KCl. കാസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. കാസ്റ്റിക് പൊട്ടാസ്യം കാർബണേറ്റ് K2CO3. പൊട്ടാസ്യം കാർബണേറ്റ് K2CO3. ലൂണാർ കാസ്റ്റിക് ലോഷൻ സിൽവർ നൈട്രേറ്റ് AgNO3. റൊഷെല്ല സാൾട്ട് പൊട്ടാസ്യം സോഡിയം ടാർട്ടറേറ്റ് ടെട്രാഹൈഡ്രേറ്റ് KNaC4H4O6 4H2O. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2. മാർബിൾ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് CaCO3. നീറ്റുകക്ക ക്യുക്ക് ലൈമാണ് കാൽസ്യം ഓക്സൈഡ് ആണ് CaO ആണ്. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം സ്ലേക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് CaClO2. ഇനി ഫ്ലൂർസ്പാർ കാൽസ്യം ഫ്ലൂറൈഡ് ആണ് CaF2 ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ കാൽസ്യം സൾഫേറ്റ് CaSO4 H2O.
ഇനി ജിപ്സം കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O, ഹൈഡ്രോലിത്ത് കാൽസ്യം ഹൈഡ്രേറ്റ് CaH2, ബറൈറ്റ്സ് ബേരിയം സൾഫേറ്റ് BaSO4, ബറൈറ്റ് വാട്ടർ ബേരിയം ഹൈഡ്രോക്സൈഡ് ലായനി BaH4O3. ഇനി തരുൺ ഭാരത് അപ്പം ഇന്ന് നമ്മൾ ഇനി കെമിസ്ട്രി ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോളജിയാണ് നോക്കാൻ പോകുന്നത്. തരുൺ ഭാരത് സംഘ് അല്ലേ, പരിസ്ഥിതി സംഘടനകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം തരുൺ ഭാരത് സംഘ് രാജസ്ഥാനിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് തരുൺ ഭാരത് സംഘ് TBS സ്ഥാപിതമായത് 1975 ജയ്പൂരിലാണ്. രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിൽ എത്തിക്കാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിൽ മഴവെള്ളം ശേഖരിക്കാനായി TBS 8,600 പരം ജൊഹാദുകൾ നിർമ്മിച്ചു. പരമ്പരാഗത മഴവെള്ള സംഭരണി. തരുൺ ഭാരത് സംഘിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാജേന്ദ്ര സിംഗ് ആണ്. രാജസ്ഥാനിലാണ് രാജേന്ദ്ര സിംഗ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ തരുൺ ഭാരത് സംഘിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാജേന്ദ്ര സിംഗ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ. രാജേന്ദ്ര സിംഗിന് ലഭിച്ച അവാർഡുകൾ 2001 മഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഇനി അരൈ പ്രക്ഷോഭമാണ്. പ്രക്ഷോഭം മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ മെട്രോ 3 കാർ ഷെഡിന്റെ നിർമ്മാണത്തിന് മരങ്ങൾ വെട്ടുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭമാണ് അരൈ പ്രക്ഷോഭം. അരൈ വനം സ്ഥിതി ചെയ്യുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ്. അരൈ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അരൈ വനത്തിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗം വാർലിയാണ്. അരൈ വനത്തിലൂടെ മെട്രോ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഉദ്ധവ് താക്കറെയാണ് അരൈ വനത്തിലൂടെയുള്ള മെട്രോ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. അരൈ വനത്തിലെ 2000-ഓളം മരങ്ങൾ ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരികൾ വെട്ടിവീഴ്ത്തിയത് 2019 ഒക്ടോബർ 4-നാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002, വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981, ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974. പരിസ്ഥിതി സംരക്ഷണ നിയമമാണെങ്കിൽ 1986. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002 ആണ്. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002. വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981. വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981. ജലമലിനീകരണ നിയന്ത്രണ നിയമം എന്താണ് 1974. അപ്പോൾ ജലമലിനീകരണ നിയന്ത്രണ നിയമം 74-ലും വായു മലിനീകരണമാണെങ്കിൽ 81, പരിസ്ഥിതി സംരക്ഷണ നിയമം 86-ലും ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002-ലുമാണ്. കേരളത്തിലെ പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ നോക്കാം. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിന് വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതിയാണ് സൈലന്റ് വാലി സംരക്ഷണ സമിതി. സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതികൾക്കെതിരെയായിരുന്നു സമരം. 1973 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലന്റ് വാലി സംരക്ഷണം എന്ന പേരിൽ ഈ സമരം ഏറ്റെടുത്തു. അണക്കെട്ട് കാരണം ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവനാണ് MS സ്വാമിനാഥൻ. മാവൂരിലെ ഗോളിയോർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാകുന്നതിനെതിരെ 1970-ൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സമര നേതാവ് KA റഹ്മാനാണ് ചാലിയാർ സമര നേതാവ്. കാസർഗോഡ് പെരിങ്ങാം ഗ്രാമത്തിൽ ആണവ നിലയം സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ 1990-ൽ നടന്ന സമരമാണ് പെരിങ്ങാം ആണവ നിലയ വിരുദ്ധ സമരം. പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള ഫാക്ടറി ഭൂഗർഭജലം അമിത ചൂഷണം ചെയ്യുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനുമെതിരെ 2002 മുതൽ നടന്നുവന്ന സമരമാണ് പ്ലാച്ചിമട സമരം. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സമരമാണ് പ്ലാച്ചിമട സമരം. പ്ലാച്ചിമട സമരനായിക മൈലമ്മയാണ്. മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആദിവാസി ഗോത്ര മഹാസഭയാണ്. മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്ന വർഷം 2003-ആണ്. മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്ന വർഷം 2003-ആണ്. ഉത്തര കേരളത്തിലെ എൻഡോസൾഫാൻ എന്ന കീടനാശിനിയുടെ വ്യാപകമായ ഉപയോഗത്തിനെതിരെ നടന്ന സമരമാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരം. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മയാണ്. ലീലാകുമാരി അമ്മ എൻഡോസൾഫാനെതിരെ കോടതിയെ സമീപിച്ച് താൽക്കാലിക നിരോധനം സമ്പാദിച്ച വർഷം 2001-ആണ്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്.
കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ എന്ന സ്ഥലത്ത് നെൽവയൽ നികത്തി ബൈപ്പാസ് പാത നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധമാണ് കിയാറ്റൂർ സമരം, വയൽക്കിളി സമരം. വയൽക്കിളി സമരം 2018 ആരംഭിച്ചു. വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാറ്റൂരായിരുന്നു. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഇന്ദിരാഗാന്ധി പര്യവരൺ പുരസ്കാരം. പരിസ്ഥിതി പ്രശ്നങ്ങൾ നോക്കാം. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ മലിനീകരണം, ഹരിതഗൃഹ പ്രഭാവം, ഓസോൺ ശോഷണം, വനനശീകരണം, മണ്ണൊലിപ്പ്. പ്രകൃതിദത്തമായ കാരണങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ജനപ്പെരുപ്പം നോക്കാം. ജനസംഖ്യാ വർധനവ്, ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വൈദ്യുതി, റോഡ്, വാഹനങ്ങൾ തുടങ്ങി മറ്റ് പല ആവശ്യങ്ങളുടെയും ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ആവാസ വ്യവസ്ഥയുടെ നാശം, ഭൂമിയുടെ അപചയം, ശോഷണം, വിഭവ ശോഷണം. ഇനി ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, ദ്രുത നഗരവൽക്കരണം. വനങ്ങളിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിപ്പിച്ചു. ജനസംഖ്യാ വർധനവും മലിനീകരണത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വായു മലിനീകരണം, ജലമലിനീകരണം, ശുചിത്വമില്ലായ്മ, ഖരമാലിന്യ പരിപാലനം, മണ്ണൊലിപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, ഓസോൺ ശോഷണം, ആഗോളതാപനം, മരുഭൂമിവൽക്കരണം. മണ്ണൊലിപ്പ് നോക്കാം. ബാഹ്യ പ്രഭാവങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിലെ പാറയും മണ്ണും അല്പാൽപമായി നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പിന് കാരണമായ ഘടകങ്ങൾ ഒഴുക്കുവെള്ളം, അമിതമായ കൃഷി, വനനശീകരണം, മോശമായ ജലസേചന രീതികൾ എന്നിവയാണ്. മണ്ണൊലിപ്പ് പ്രധാന വാഹകരാണ് ജലം, കാറ്റ്, ഓളങ്ങൾ, തിരമാലകൾ, ഹിമാനികൾ. മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗ്ഗങ്ങൾ ചെടികളും മരങ്ങളും നടുക, വനനശീകരണം, പുതയിടുക, കോണ്ടൂർ ഫാമിംഗ്, ടെറസിംഗ്. മരുഭൂമിവൽക്കരണം നോക്കാം. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ഘടകങ്ങൾ കാരണം വരണ്ട പ്രദേശങ്ങളുടെ വരണ്ടതും അർദ്ധവരണ്ടതുമായ ഭൂമി ജൈവ ഉൽപാദനക്ഷമത കുറയ്ക്കുന്ന പ്രക്രിയയാണ് മരുഭൂമിവൽക്കരണം. ലോക മരുവൽക്കരണ വിരുദ്ധ ദിനം ജൂൺ 17 മരുഭൂമിവൽക്കരണത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് പുഴകളിലും തടാകങ്ങളിലും മണ്ണ് നിക്ഷേപിക്കപ്പെടുമ്പോൾ അവയുടെ ജലസംഭരണ ശേഷി കുറയുന്നു, തരിശുനില വിസ്തീർണം വർദ്ധിക്കുന്നു, ജലനിരപ്പ് താഴുന്നത് കടുത്ത ജലക്ഷാമത്തിലേക്ക് നയിക്കുന്നു, കാർഷികോൽപാദനം ഗണ്യമായി കുറയുന്നു. പ്രകൃതി ദുരന്തങ്ങളും വർഗീകരണം നോക്കാം. അന്തരീക്ഷജന്യമാണ് ഹിമക്കാറ്റ്, ഇടിമിന്നലോട് കൂടിയ മഴ, ഇടിമിന്നൽ, ടൊർണാഡോ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റ്, വരൾച്ച, ആലിപ്പഴ മഴ, ഹിമം, ഉഷ്ണതരംഗം അഥവാ ലൂ, ശൈത്യതരംഗങ്ങൾ മുതലായവ. ഭൗമജന്യത്തിലെ ഭൂകമ്പം, അഗ്നി പർവ്വത സ്ഫോടനങ്ങൾ, ഉരുൾപൊട്ടൽ, അവലാഞ്ചസ്, അവതലനം, മണ്ണൊലിപ്പ്. ജലജന്യമാണെങ്കിൽ വെള്ളപ്പൊക്കം, വേലിയേറ്റ തരംഗം, സമുദ്രജലപ്രവാഹം, കടലേറ്റം, സുനാമി. ജൈവ ദുരന്തങ്ങൾ തിങ്ങി വളരുന്ന സസ്യജന്തുജാലങ്ങൾ, വെട്ടുകിളി തുടങ്ങിയ കീടബാധ, പക്ഷിപ്പനി, ഡെങ്കി തുടങ്ങിയവ ബാക്ടീരിയ, വൈറസ് ജന്യ രോഗങ്ങൾ. ഇനി വരൾച്ചയുടെ കാഠിന്യം കൂടുന്നു, കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രവർത്തനം മണ്ണൊലിപ്പ് രൂക്ഷമാകുന്നു. അപ്പം ഇത്രയുമാണ് മരുഭൂമിവൽക്കരണത്തിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ. ഇനി പ്രകൃതിക്ഷോഭങ്ങളാണ് നോക്കുന്നത്. അതിൽ വരുന്നത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങൾ. ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നതിന് പ്രാപ്തമായ സ്വാഭാവിക പരിസ്ഥിതിയിൽ ഉടലെടുക്കുന്ന ചില സാഹചര്യങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങൾ. അവ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ സ്ഥിരമായിട്ടുള്ളതോ അവിചാരിതമായി ഉണ്ടാകുന്നതോ ആയ മാറ്റങ്ങളാകാം. ഉദാഹരണം, സമുദ്രജല പ്രവാഹങ്ങൾ, കുത്തനെയുള്ള ചരിവ്, ഹിമാലയത്തിലെ അസ്ഥിരമായ ഭൂപ്രകൃതി, മരുഭൂമിയിലെയും ഹിമാനി പ്രദേശങ്ങളിലെയും അതിതീവ്രമായ കാലാവസ്ഥ. വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതും ജീവനും സ്വത്തിനും ചുറ്റുപാടിനും സാരമായ നാശം വിതക്കുന്നതുമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളെ അന്തരീക്ഷജന്യം, ഭൗമജന്യം, ജലജന്യം, ജൈവ ദുരന്തങ്ങൾ എന്നിവ 4 തിരിക്കാം. ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങളാണ് ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, ഹിമപാതം, വരൾച്ച, ഹിമഘാതം. വെള്ളപ്പൊക്കം നോക്കാം. മഴക്കാലത്ത് നദികൾ ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകഴിഞ്ഞ് ഒഴുകുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. നദികളിൽ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നതിനാൽ നദികളുടെ ആഴം കുറയുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, സ്വാഭാവിക നീരൊഴുക്കുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, നദീതീരങ്ങളിലും പ്രളയ സമതലങ്ങളിലും കയ്യേറി പാർപ്പിടങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതുമെല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാരണമാകുന്ന അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിലാണ്. കേരളത്തിൽ ഉണ്ടായെന്ന് കരുതപ്പെടാവുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയ രേഖയുള്ളത് CE 371 1341 കേരളത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററിയാണ്.
നാച്ചുറൽ ഹിസ്റ്ററി. ഈ കേരളത്തിലെ CE 1924 കൊല്ലവർഷം 1999 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ CE 1934 ഉണ്ടായിട്ടുള്ളത്. ഇനി 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. അപ്രതീക്ഷിതമായി ലഭിച്ച ശക്തമായ മഴയാണ് 2018 മഹാപ്രളയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബയോളജിയിൽ നിന്ന് നമ്മൾ ഇത്രയുമാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ മലയാളമാണ് പഠിക്കുന്നത്. വിഭക്തിയും കാരകവും. നാമശബ്ദത്തിന് മറ്റു ശബ്ദങ്ങളോടുള്ള ബന്ധമാണ് വിഭക്തി. മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് നാമശബ്ദത്തിന് മറ്റു ശബ്ദങ്ങളോടുള്ള ബന്ധമാണ് വിഭക്തി എന്ന് പറയുന്നത്. മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി പ്രത്യയങ്ങൾ. നാമത്തിന് ക്രിയയോടുള്ള ബന്ധമാണ് കാരകം. അപ്പം ഒന്നാമത്തത് നിർദ്ദേശികയാണ്. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇങ്ങനെ 7 എണ്ണാണ് വിഭക്തിയിൽ വരുന്നത്. അതിൽ നിർദ്ദേശിക നോക്കാം. നിർദ്ദേശിക്കുന്നത്, നിർദ്ദേശിക എന്നത് അർത്ഥം അതിന് പ്രത്യയമില്ല, നാമരൂപം തന്നെയാണ്. അഥവാ ഉദാഹരണം രാമൻ കളിക്കുന്നു, അതിൽ നാമരൂപത്തിൽ തന്നെയാണ് നിർദ്ദേശിക വരുന്നുള്ളത്. ഇനി കളിക്കുന്നു എന്ന വാക്യത്തിൽ ക്രിയയുടെ കർത്താവ് രാമനാണ്. നാമം കർത്താവായതിനാൽ കർത്തൃകാരകമാണ്. ഇനി പ്രതിഗ്രാഹികയാണെങ്കിൽ നാമങ്ങളിൽ എ എന്ന വിഭക്തി പ്രത്യയമാണ് ഇതിനുള്ളത്. അപ്പോൾ പ്രതിഗ്രാഹിക എന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കുക? പ്രതിഗ്രാഹികയെ എന്ന് പഠിക്കുക. പ്രതിഗ്രാഹികയെ എന്ന് പഠിക്കുക. പ്രതിഗ്രാഹിക എന്ന് പഠിക്കേണ്ട പ്രതിഗ്രാഹികയെ എന്ന് പറയുക. അപ്പോൾ പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഭക്തി എന്ന് പറയുന്നത് എ ആണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്നാൽ നപുംസക നാമങ്ങളിൽ എ പ്രത്യയം ചേർക്കേണ്ടതില്ല. അപ്പോൾ നാമം കർമ്മമായിരിക്കും, അതിനാൽ കർമ്മകാരകമാണ്. അപ്പം കർത്തൃകാരകമാണ് നിർദ്ദേശിക എന്ന് പറയുന്നത്, കർത്തൃകാരകമാണ്. എന്നാൽ പ്രതിഗ്രാഹിക എന്ന് പറയുന്നത് കർമ്മകാരകമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി രഘുവിനെ കണ്ടു, ബാബുവിനെ നോക്കി എന്നതാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇനി സംയോജികയാണ്. സംയോജികയിൽ സംയോജിക്കുക, കൂട്ടിച്ചോർക്കുക എന്നർത്ഥം. ആരോട്, എന്തിനോട് എന്ന അർത്ഥത്തിന് ഉത്തരം സംയോജികയിൽ ഉണ്ടായിരിക്കും. അപ്പം സംയോജിക പഠിക്കുമ്പം സംയോജികയോട് എന്ന് പഠിച്ചു വെക്കുക. സംയോജിക എന്ന് പഠിക്കേണ്ട സംയോജികയോട് എന്ന് പഠിച്ചു വെക്കുക. സംയോജികയോട്. അപ്പം അപ്പം രാഹുലിനോട് റാണി ചോദിച്ചു. ഈ വാക്യത്തിൽ ചോദിച്ചു എന്ന ക്രിയയിൽ എന്താണ്? ഈ വാക്യത്തിൽ ചോദിച്ചു എന്ന ക്രിയയിൽ രാഹുൽ സാക്ഷിയാണ്, അതിനാൽ സാക്ഷികാരകമാണ് ഇത് വരുന്നത്. അപ്പം എന്താണ്? നിർദ്ദേശിക കർത്തൃകാരകമാണ്, പ്രതിഗ്രാഹിക കർമ്മകാരകമാണ്, സംയോജികയാണെങ്കിൽ സാക്ഷികാരകമാണ്. ഇനി ഉദ്ദേശിക എന്നതിൻ്റെ പ്രത്യയം വരുന്നത് ക്ക് ന് ആണ്. അപ്പോൾ ഉദ്ദേശികക്ക് ന് എന്ന് പഠിച്ചു വെക്കുക. ഉദ്ദേശികക്ക് ന്. അപ്പം ഉദ്ദേശിക്കുന്നത് ആർക്ക്, എന്തിന് എന്നിങ്ങനെ അർത്ഥം വരുന്ന വിഭക്തി ക്ക് ന് ഇവയാണ് പ്രത്യയങ്ങൾ. അതിൽ ഉദാഹരണം വരുന്നത് രാഖി രാഹുലിന് പേന കൊടുത്തു, കൊടുത്ത പേന രാഹുലിന് സ്വന്തമാവുന്നു. ഇവിടെ സ്വാമികാരകമാണ്. ഇനി പ്രയോജികയാണ്. പ്രയോജിക ഹേതുവിനെ കുറിക്കുന്നു. ആൽ ആണ് പ്രയോജിക, പ്രയോജിക്കുക. അപ്പോൾ പ്രയോജനം എന്ന് പറയുമ്പോൾ നമുക്ക് ആല് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ആല് കൊണ്ട് എന്താണ്? നമുക്ക് പ്രയോജനമുണ്ടല്ലോ. അപ്പോൾ പ്രയോജിക്കുക എന്നതിൻ്റെ വിഭക്തി എന്ന് പറയുന്നത് ആലാണ്, ആല് എന്ന് ഓർത്ത് വെക്കുക. ഇനി ശക്തിയാൽ രാമൻ ജയിച്ചു. ഇവിടെ ഹേതു കാരകമാണ്. അപ്പോൾ കാരണം ആണല്ലോ ഒരു കാരകം. അപ്പം രാഹുൽ പേനയാൽ വരച്ചു എന്ന ക്രിയയുടെ ഉപകരണമാണ് പേന. ഇവിടെ കാരണകാരകമാണ്. അപ്പം ഹേതുകാരകവും കാരണകാരകവും കരണകാരകവും. അപ്പം പ്രയോജികയുടെ വിഭക്തിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ പ്രത്യയമായിട്ട് പഠിക്കേണ്ടത് ആലാണ്. അപ്പോൾ പ്രയോജനം, ആലുകൊണ്ട് പ്രയോജനം. ഇനി സംബന്ധികയാണ്. സംബന്ധിക ഉടേ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഉടേ അല്ലെങ്കിൽ ഇൻ്റെ ആണ് അതിൻ്റെ പ്രത്യയം വരുന്നത്. രാമൻ്റെ സീത സംബന്ധികയാൽ നാമവുമായി മാത്രമേ ബന്ധമില്ലൂ, ക്രിയയുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്തതിനാൽ കാരകമില്ല. ഇനി 7 ആണ്. അത് ആധാരികയാണ്. ആധാരികയിൽ എന്ന് പഠിച്ചു വെക്കുക. ഇൽ കൽ എന്നിവയാണ് പ്രത്യയങ്ങളായിട്ട് വരുന്നത്. രാഗി ബെഞ്ചിൽ ഇരിക്കുന്നു. ഇരിക്കുക എന്ന ക്രിയ ബെഞ്ചിനെ അധികരിച്ചാണ് നടക്കുന്നത്. അതിനാൽ ഇൽ ചേർന്ന നാമവും ഇരിക്കുക എന്ന നാമവും തമ്മിലുള്ള ബന്ധം അധികാരണ കാരകങ്ങളാണ്. അപ്പോൾ വിഭക്തിയിൽ നമുക്കൊരു ഒരു ബോക്സ് നോക്കാം. വിഭക്തി, പ്രത്യയം, കാരകം അങ്ങനെയാണ്. അപ്പോൾ വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശികയാണ്. നിർദ്ദേശികക്ക് പ്രത്യയമില്ല, കർത്തൃകാരകം എന്നാണ് അറിയപ്പെടുന്നത്. നിർദ്ദേശികക്ക് പ്രത്യയമില്ല, കർത്തൃകാരകമാണ്. പ്രതിഗ്രാഹികയാണെങ്കിൽ എ എന്നതാണ് പ്രത്യയം വരുന്നത്. പ്രതിഗ്രാഹികയെ എന്ന് പഠിക്കാനാണ് പറഞ്ഞത്. പ്രതിഗ്രാഹിക എ എന്നാണ് പ്രത്യയം. അപ്പം കാരകം കർമ്മകാരകമാണ്. ഈ സംയോജികയാണെങ്കിൽ ഓട്. അപ്പോൾ അതിനൊരു കോഡുണ്ട്. അപ്പം നമ്മൾ ഓടുണ്ടല്ലോ,
ഓട് സംയോജിപ്പിച്ച് ഇങ്ങനെ വെച്ചാലല്ലേ അത് ഒരു വീടായിട്ട് ഒരു വീടിൻ്റെ മേൽക്കൂരയായിട്ട് മാറുള്ളൂ. അപ്പോൾ സംയോജിക ഓട്. അപ്പോൾ സാക്ഷികാരകമാണത്. ഇനി ഉദ്ദേശികയാണെങ്കിൽ ഉദ്ദേശിക ക്ക് ന് ഉ ആണ്. ക്ക് ന് ഉ ആണ്. സ്വാമികാരകമാണ് അതിൻ്റെ കാരകം വരുന്നത്. ഇനി പ്രയോജികയാണെങ്കിൽ ആലാണ് പ്രയോജനം, ആലുകൊണ്ട് പ്രയോജനം. ഹേതുകാരകമാണ്. സംബന്ധികയാണെങ്കിൽ ൻ്റെ ഉടെ അല്ലേ, സംബന്ധിക ൻ്റെ ഉടെ കാരകമില്ല. ആധാരികയാണെങ്കിൽ ഇൽ കൽ അധികരണ കാരകമാണ്. ഇനി അടുത്തത് പദശുദ്ധിയാണ്. സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെയാണ്. അപ്പോൾ സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം. ഉച്ചാരണ സൗകര്യമാണ് പ്രധാനം. താഴെ കൊടുക്കുന്ന ഉദാഹരണങ്ങൾ പരിശോധിക്കുക. നോക്കാം. കേട്ട് അറിഞ്ഞു, കേട്ടറിഞ്ഞു, കേട്ട് അറിഞ്ഞു, കേട്ടറിഞ്ഞു. വാഴ ഇല, വാഴയില, വാഴ ഇല, വാഴ ഇല. കണ്ടു ഇല്ല, കണ്ടില്ല, കണ്ടു ഇല്ല, കണ്ടില്ല. നെൽമണി, നെന്മണി അല്ലേ, നെൽമണിയാണ് നെന്മണിയായിട്ടുള്ളത്. ഇനി കാറ്റ് അടിച്ചു, കാറ്റ് അടിച്ചു, കാറ്റടിച്ചു. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി ഇങ്ങനെ സന്ധികൾ പ്രധാനമായിട്ടും 4 വിധമുണ്ട്. അപ്പോൾ ആഗമസന്ധി ആദ്യമായിട്ട് നമുക്ക് നോക്കാം. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനെ ആഗമസന്ധി എന്ന് പറയുന്നു. പിരിച്ചെഴുതുമ്പോൾ പ്ലസിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് ഴ എന്നോ അല്ലെങ്കിൽ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധിയാണ്. അപ്പോൾ യാ എന്നോ വാ എന്നോ വന്നാൽ അതെന്താണ്, ആഗമസന്ധിയാണ്. തിരു ഓണം എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ തിരുവോണം, ആഗമിച്ചു. ഇനി അണി അറ, അണിയറ, യാ ആഗമിച്ചത്. തല ഓട്, തലയോട്. തിരു ആതിര, തിരുവാതിര. അൻ അവൻ. കുട ഉന്നു, കുടയുന്നു, കുട ഉന്നു, കുടയുന്നു. തലക്ക്, തലയ്ക്ക്, തലക്ക്, തലയ്ക്ക്. പൂ അമ്പ്, പൂവമ്പ്, പൂ അമ്പ്, പൂവമ്പ്. കല ഇൽ, കലയിൽ. പുളി കുരു, പുളിങ്കുരു, പുളിക്കുരു, പുളിങ്കുരു. ങ് ആഗമിച്ചിട്ട് ങ് കാ ചേർന്നിട്ട് ങ്കായിട്ട് മാറി. ഇനി കരിപ്പുലി, കരിമ്പുലിയാണ്, കരിമ്പുലിയാണ്. ആഗമിച്ചിട്ട് പ ബ ആയിട്ടാണ് മാറിയത്. പന തത്ത, പനന്തത്ത, പന തത്ത, പനന്തത്ത. ന് ആഗമിച്ച് ന് താ ചേർന്നിട്ട് ന്തയായിട്ട് മാറി. ഇനി നമ്മൾ ആദേശസന്ധിയാണ് നോക്കുന്നത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. പിരിച്ചെഴുതുമ്പോൾ പ്രസ്സിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതാണ് ആദേശസന്ധി. അപ്പോൾ വിൺതലം, വിണ്ടലമായിട്ടാണ് മാറിയത്. വിൺതലം വിണ്ടലമായിട്ടും. കൽമതിലാണ് കന്മതിലായിട്ട് മാറിയത്. നിൻകൾ, നിങ്ങൾ. വെൾമ, വെണ്മ. കണ്ണീര്, കണ്ണീര്. കേൾത്തു, കേട്ടു. മരം ഇൽ, മരത്തിൽ. വേൾത്തു, വേട്ടു. ഇനി 800, എണ്ണൂറാണ് എണ്ണൂറായത്. 800, എണ്ണൂറായി. നെൽമണിയാണ് നെന്മണിയായത്. നെൽമണി, നെന്മണിയായി. ഇനി 90 ആണ് തൊണ്ണൂറായി. പടുത്തു, പട്ടു, പടുത്തു, പട്ടു, പടുത്തു, പട്ടു. ഇനി ലോപസന്ധിയാണ്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്നില്ലാതാകുന്നതാണ് ലോപസന്ധി. ഇപ്പോൾ പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കുക. തുടർന്നിട്ട് ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും 1 കുറവായിരിക്കും. എന്നാൽ അത് ലോപസന്ധിയാണ്. അപ്പം എന്താണ്, പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. തുടർന്ന് ചേർത്ത് എഴുതുകയാണെങ്കിൽ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും 1 കുറവായിരിക്കും. അപ്പം നോക്കാം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ്. തണുപ്പ് ഉണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ എന്താണ്, തണുപ്പ് ഉണ്ട്. അപ്പോൾ അതിലെത്രണ്ണമുണ്ട്, 5 അക്ഷരങ്ങളുണ്ട്. എന്നാൽ അത് ചേർത്ത് എഴുതിയപ്പം എത്രണ്ണായി, 4 അക്ഷരങ്ങളായിട്ട് മാറിയല്ലോ. അപ്പോൾ തണുപ്പുണ്ട് എന്നായി ലോപസന്ധിയിൽ. 1 പോയി അല്ലേ, ഒരക്ഷരം പോയി. ഉ എന്ന അക്ഷരം പോയിട്ട് തണുപ്പുണ്ട് എന്ന് കൂടി ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു അടി, ഒരടി. ഒരു അടി, ഒരടി. തെല്ല് ഇട, തെല്ലിട. തെല്ല് ഇട, തെല്ലിട. ഒരു ഇല, ഒരില. ഒരു ഇല, ഒരില, ഒരില. കയ്പ് ഉണ്ട്, കയ്പുണ്ട്. കയ്പ് ഉണ്ട്, കയ്പുണ്ട്. ഒരു ഇടി, ഒരിടി. ഒരു ഇടി, ഒരിടി. അല്ല എന്ന്, അല്ലെന്ന്. അല്ല എന്ന്, അല്ലെന്ന്. ആയി എന്ന്, ആയെന്ന്. കണ്ടു ഇല്ല, കണ്ടില്ല. കണ്ടു ഇല്ല, കണ്ടില്ല. അറിക, എടോ, അറികെടോ. ഇനി ദ്വിത്വസന്ധിയാണ്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. അപ്പോൾ പൂർവ്വപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവുമായി വരുമ്പോൾ
പരപദത്തിൻ്റെ ആദിയിലെ വർണ്ണം ദൃഢമാണെങ്കിൽ ഇരട്ടിക്കും, ശിഥിലമാണെങ്കിൽ ഇരട്ടിക്കില്ല. അപ്പം ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ, ദൃഢം, അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ശിഥിലമാണ്. അപ്പോൾ ഉദാഹരണം തലക്കെട്ട്, 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 തലക്കെട്ട്. പൂച്ചട്ടി, 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 പൂച്ചട്ടി. കവിൾത്തടം, കവിൾത്തടം, കവിൾത്തടം. ഇനി പണിപ്പുര, 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 പണിപ്പുര. ഇനി ഘോഷങ്ങൾക്കും അധികാരങ്ങൾക്കും ദ്വിത്വം വരുമ്പോൾ യഥാക്രമം മൃദുവും ഖരവും ചേർന്നായിരിക്കും ഇരട്ടിക്കുന്നത്. അപ്പോൾ ഘോഷങ്ങൾക്കും അധികാരങ്ങൾക്കും ദ്വിത്വം വരുമ്പോൾ യഥാക്രമം മൃദുവും ഖരവും ചേർന്നായിരിക്കും ഇരട്ടിക്കുന്നത്. ഇനി ഇരട്ടിപ്പ് വരാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരപദത്തിലെ വർണ്ണം ശിഥിലമായാൽ ഇരട്ടിക്കില്ല. ഉത്തരപദത്തിലെ വർണ്ണം ശിഥിലമായാൽ ഇരട്ടിക്കില്ല. മഞ്ഞ പ്ലസ് വസ്ത്രം, മഞ്ഞ വസ്ത്രം, മഞ്ഞ പ്ലസ് വസ്ത്രം, മഞ്ഞ വസ്ത്രം. വെള്ളി പ്ലസ് നാണയം, വെള്ളി നാണയം, വെള്ളി പ്ലസ് നാണയം, വെള്ളി നാണയം. ക്രിയാധാതുക്കൾ ആദ്യ പദമായി വന്നാൽ രണ്ടാമത്തെ പദം ഇരട്ടിക്കുകയില്ല. ക്രിയാധാതുക്കൾ ആദ്യ പദമായിട്ട് വന്നാൽ രണ്ടാമത്തെ പദം ഇരട്ടിക്കുകയില്ല. അര പ്ലസ് കല്ല്, അരക്കല്ല്, അര പ്ലസ് കല്ല്, അരകല്ല്. എരി, തീ, എരിതീ. ഇനി വിശേഷണ വിശേഷങ്ങളില്ലാതെ പദങ്ങൾ തുല്യ പ്രാധാന്യം നൽകി ദ്വന്ദ്വ സമാസങ്ങളായി കൂട്ടിച്ചേർത്താലും ഇരട്ടിപ്പ് വരില്ല. കൈ പ്ലസ് കാലുകൾ, കൈകാലുകൾ. അടി പ്ലസ് പിടി, അടിപിടി. രാ പ്ലസ് പകൽ, രാപകൽ. ചുട്ടെഴുത്ത് കഴിഞ്ഞു വരുന്ന വ്യഞ്ജനം ശിഥിലമായാലും ഇരട്ടിക്കുന്നു. എന്നാൽ ചുട്ടെഴുത്ത് ദീർഘമാണെങ്കിൽ ഇരട്ടിക്കില്ല. ഉദാഹരണം ആ പ്ലസ് മാതിരി, അമ്മാതിരി, അമാതിരി, ആമാതിരി. ഇനി ആ പ്ലസ് നേരം, അന്നേരം, ആ നേരം. അപ്പോൾ ഇനി നമുക്ക് സൈക്കോളജിയാണ് നോക്കാനുള്ളത്. സൈക്കോളജിയിലെ സാമൂഹിക വികാസമാണ് നമ്മൾ ഇനി നോക്കുന്നത്. താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കുവാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായിട്ടുള്ള മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം. വ്യക്തിയുടെ സന്മാർഗിക ബോധവും സാമൂഹിക ബോധവും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം. സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് എറിക് എച്ച് എറിക്സൺ ആണ് സാമൂഹിക വികാസവുമായിട്ട്. ഇപ്പോൾ സാമൂഹിക വികാസവുമായിട്ടാണ് എറിക് എച്ച് എറിക്സൺ ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ. 8 ഘട്ടങ്ങളായിട്ട് മനോസാമൂഹിക വികസനം തയ്യാറാക്കിയത് എറിക്സൺ ആണ്. ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ഓരോ പ്രതിസന്ധി ഉണ്ടെന്നും അവ ഓരോന്നും എങ്ങനെ നേരിടുന്നു എന്നതിനുമനുസരിച്ചിട്ടാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് എറിക്സൺ ആണ്. എറിക്സന്റെ പ്രധാന പുസ്തകങ്ങളാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, യങ് മാൻ ലൂതർ, ഗാന്ധിസ് ട്രൂത്ത്, ഐഡന്റിറ്റി, ട്രൂത്ത്, യൂത്ത് ആൻഡ് ക്രൈസിസ്. എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ നോക്കാം. ഇൻഫാന്റ് 1.5 ഇയേഴ്സ് ആണ്. പ്രാഥമിക വിശ്വാസം, അവിശ്വാസം. 1.5 to 3 വയസ്സ് വരെ സ്വാശ്രയത്വവും ചാള്യതയും സംശയവുമാണ്. 1.5 to 3 വയസ്സ് വരെ. 3 to 6 വയസ്സ് വരെ മുൻകൈയെടുക്കൽ കുറ്റബോധമാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. 6 മുതൽ 12 ഇയേഴ്സ് ഊർജ്ജസ്വലത, അപകർഷത. 6 മുതൽ 12 ഇയേഴ്സ് ആണെങ്കിൽ ഊർജ്ജസ്വലത, അപകർഷത. 12 to 18 ഇയേഴ്സ് കൗമാരകാലം, സ്വബോധം, റോൾ, ആശയങ്ങൾ. 12 to 18 ഇയേഴ്സ് കൗമാരകാലം, സ്വബോധം, റോൾ, ആശയങ്ങൾ. ഇനി 18 to 35 ഇയേഴ്സ് ആണെങ്കിൽ യൗവനം, ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടലാണ്. 35 to 60 ഇയേഴ്സ് മധ്യവയസ്സ്, സൃഷ്ടി, മുരടിപ്പ്. 60 ഇയേഴ്സ് ഓൾഡർ ആയപ്പം എന്താണ്? വാർദ്ധക്യം, മനസ്സന്തുലനം, തകർച്ച. അപ്പം ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു 4 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി നമുക്ക് കൗമാരകാലം തൊട്ടിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? പ്രാഥമിക വിശ്വാസം, അവിശ്വാസമാണല്ലോ. അപ്പം പ്രാഥമിക വിശ്വാസം, അവിശ്വാസം എന്ന് പറയുന്നത് ഇൻഫാൻ്റ് ആണ്. 1.5 വയസ്സ് വരെയാണ്. 1.5 വയസ്സ് വരെയുള്ള ഘട്ടമാണ് പ്രാഥമിക വിശ്വാസം, അവിശ്വാസം. ഇനി സ്വാശ്രയത്വം, ജാള്യതയും സംശയവുമാണ് രണ്ടാമത്തേതായിട്ടുള്ളത്. സ്വാശ്രയത്വം, ജാള്യതയും സംശയവും 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ്. അപ്പം അതിൽ പ്രാഥമിക വിശ്വാസം, അവിശ്വാസമില്ല. അപ്പോൾ പ്രാഥമികം എന്ന് പറഞ്ഞാൽ ഏറ്റവും
ഏറ്റവും ഫസ്റ്റുള്ള ഘട്ടമാണല്ലോ പ്രാഥമികം. നമ്മളെപ്പോഴും പറയുമ്പം പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറയാൻ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അത് 1.5 വയസ്സ്, അതാണ് ഫസ്റ്റ് ഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താണ് സ്വാശ്രയത്വവും ജാള്യതയുമാണല്ലോ, അത് രണ്ടാമത്തെ ഘട്ടമാണ് അല്ലേ, സ്വാശ്രയത്വവും ജാള്യതയും എന്നുള്ളത്. അപ്പം സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യം, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് അത് സ്വാശ്രയത്വം എന്നുള്ളത്, അത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് സ്വാശ്രയത്വവും ജാള്യതയും വരുന്നത്. അപ്പം പ്രാഥമികം കഴിഞ്ഞിട്ട് അതിനുശേഷം സ്വാശ്രയത്വമാണെന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കുക. പ്രാഥമികം കഴിഞ്ഞ് സ്വാശ്രയത്വം. ഇനി 3 to 6 ഇയേഴ്സാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. അത് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, മുൻകൈയെടുക്കൽ കുറ്റബോധമാണ്. മുൻകൈയെടുക്കൽ കുറ്റബോധം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏതാ ഇയർ എന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അപ്പോൾ മുൻകൈ എടുക്കലല്ലേ, ഇപ്പം 3 എന്ന് എഴുതുമ്പം എന്താണ്, 3 എന്ന് എഴുതുമ്പം മൂവാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മുൻകൈ എന്ന് വരുമ്പം അതിലും മൂവുണ്ട്. അപ്പോൾ എന്താണ് 3 എന്ന് പറഞ്ഞാൽ മുൻകൈ എടുക്കലാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഊർജ്ജസ്വലത അപകർഷതയാണ് അടുത്തതായിട്ട് വരുന്നത്. ഊർജ്ജസ്വലത അപകർഷത അത് 6 മുതൽ 12 വയസ്സ് വരെയാണ്. അപ്പോൾ പ്രാഥമിക വിശ്വാസം നമുക്ക് കിട്ടി 1.5 വയസ്സ് വരെയുള്ളതാണ്. ഇനി സ്വാശ്രയത്വം അടുത്ത ഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണെങ്കിൽ അത് മുൻകൈയെടുക്കൽ കുറ്റബോധമാണ്. ഇനി 6 to 12 ആണെങ്കിൽ അത് ഊർജ്ജസ്വലത അപകർഷതയാണ്. അപ്പോൾ ഊർജ്ജം എന്ന് പറയുമ്പം ഒരു 6 ഉണ്ട് അല്ലേ, അതിൽ ഊർജ്ജം വരുമ്പം അതിലൊരു 6 ഉണ്ട്. അപ്പം 6 to 12 എന്ന് ഓർത്തു വെക്കുക. ഊർജ്ജം എന്ന് പറയുമ്പം 6 to 12 എന്ന് ഓർത്തു വെക്കുക. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഘട്ടങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. പ്രീ സ്കൂൾ പ്രായമായി കണക്കാക്കുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ്. പ്രീ സ്കൂൾ കാലമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറയുന്നത് 3 to 6 വയസ്സ് വരെയാണ്. എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് നമ്മൾ പഠിച്ചൂലേ, ആദ്യ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലമാണ്, 3 to 6 വയസ്സ് വരെയാണല്ലോ, പ്രീ സ്കൂൾ കാലഘട്ടമാണല്ലോ. അപ്പം 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ ഒന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പം 3 എന്ന് പറയുമ്പോൾ മുൻകൈ എടുക്കൽ കുറ്റബോധമാണ്, അത് നമുക്ക് എളുപ്പം കിട്ടി അല്ലേ. അപ്പം എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യ ബാല്യകാലം എന്ന് പറഞ്ഞാൽ 3 to 6 വയസ്സ് വരെയാണ്, പ്രീ സ്കൂൾ ഘട്ടമാണ്. അപ്പം ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് മുൻകൈ എടുക്കൽ കുറ്റബോധമാണെന്ന് അവിടെ നമുക്ക് 3 വയസ്സ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മുൻകൈ എടുക്കൽ നിന്ന് കിട്ടി അല്ലേ. ഇനി എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി ഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 6 മുതൽ 12 വരെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു 6ൻ്റെ ആവശ്യമുണ്ട് അല്ലേ, 6ൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതേതായിരിക്കും, അത് ഊർജ്ജസ്വലത അപകർഷതയാണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ. അപ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളുടെ മണ്ടയിൽ കയറൂല. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ, നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യം. ഇനി എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാകുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്ലാസ്സുകളിൽ തന്നെ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുട്ടികളുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം, ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം, കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം, ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ ഇതിലേതാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. അത് ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തിയിട്ട് പഠന പ്രവർത്തനങ്ങൾ നൽകണം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. ഇനി സന്മാർഗിക വികാസമാണ്. സന്മാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ലോറൻസ് കോൾബർഗാണ്. സന്മാർഗിക വികാസം കോൾബർഗാണ്. സന്മാർഗിക വികാസം കോൾബർഗിൻ്റേതാണ്, ലോറൻസ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥയാണ് ഹെയിൽസ് ഡിലേമ എന്ന് പറയുന്നത് കേട്ടോ. ഹെയിൽസ് ഡിലേമ എന്നതാണ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള സാങ്കല്പിക കഥ. കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും. സന്മാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അഥവാ മാമൂലുകളുടെ അടിസ്ഥാനത്തിൽ കോൾബർഗ്
കോൾബർഗ് 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പം ഈ ഘട്ടം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടങ്ങളാണ് അല്ലേ. എന്നാൽ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളും സവിശേഷതകളും. അപ്പോൾ പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം, പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. പൂർവ്വ യാഥാസ്ഥിതികമാണ് കേട്ടോ. അപ്പം പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടമുണ്ട്, രണ്ടാമത്തേതായിട്ടുള്ളത് യാഥാസ്ഥിതിക സദാചാര ഘട്ടമുണ്ട്, മൂന്നാമത്തത് യാഥാസ്ഥിതിക അനന്തര സദാചാര ഘട്ടമാണ്. നമുക്ക് മനസ്സിലായി. അപ്പം പൂർവ്വ യാഥാസ്ഥിതികത്തിൽ 2 എണ്ണം വരുന്നുണ്ട്, ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം. ഏതൊക്കെയാണ്? ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം. ഇത് രണ്ടുമാണ് പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ശിക്ഷയും അനുസരണയിലും വരുന്നത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചു മാത്രം അനുസരിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചു മാത്രം അനുസരിക്കുന്നു. ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ശാരീരികമായിട്ടുള്ള അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടമാണ്. ഇനി പ്രായോഗിക ആപേക്ഷികത്വത്തിലാണെങ്കിൽ ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് നന്നായി പെരുമാറുന്നു എന്ന് പറയുമ്പം എന്താണ്? ഒരു ചെറിയ കുട്ടിയിലെ അവർ എന്താണ്, അവർക്ക് ഇപ്പം ക്ലാസ്സിലൊക്കെ നീ മിടുക്കനാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പിന്നെയും കേൾക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ നമ്മളാണെങ്കിലും കറക്റ്റാണ്, പക്ഷേ എന്നാൽ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. അപ്പം എന്താണ്, അതിന് വേണ്ടിയിട്ട് ടീച്ചറെ അവൻ അങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരും. പിന്നെ അതുപോലെ തന്നെ അവർ നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും അല്ലേ. അപ്പം എല്ലാവരുടെ ഇടയിലും നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു താല്പര്യമായിരിക്കും. ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യം മുൻനിർത്തിയിട്ടാണ്. അപ്പം ചട്ടങ്ങൾ പാലിക്കൂലേ, എല്ലാ ചട്ടങ്ങളൊക്കെ പാലിക്കും, എങ്കിലും അതെന്തിനു വേണ്ടിയിട്ടാണ് ഇനി എന്താണെന്നുള്ളതൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ എന്താണ്, അവർക്ക് അപ്പത്തെ ആ ഒരു തത്സമയ താല്പര്യം മുൻനിർത്തിയിട്ട് മാത്രമാണ് അവർ ചട്ടങ്ങൾ പാലിക്കുന്നത്. നീതിനിഷ്ഠത, പാരസ്പര്യം, തുല്യ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. നീതിനിഷ്ഠത, പാരസ്പര്യ, തുല്യ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. അപ്പം ഒരു കുട്ടിക്ക് ഒരു മിഠായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തുല്യമായിട്ട് വീതിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കൂലേ. അവന് കൂടുതൽ കിട്ടി, ഇവന് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താണ്, അവിടെ എല്ലാം തുല്യത വരണമെന്ന് ഉള്ള ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വത്തിൽ പറയുന്നത്. ഇനി യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ്. അതിൽ 2 എണ്ണം വരുന്നുണ്ട്, വ്യക്ത്യാന്തര സമവായവും നിയമസുസ്ഥിതി പാലനവും. വ്യക്ത്യാന്തര സമവായവും നിയമസുസ്ഥിതി പാലനവും 2 എണ്ണമാണ്. അപ്പം അതിൽ നമുക്ക് വ്യക്ത്യാന്തര സമവായം നോക്കാം. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് ജീവിക്കുന്നു. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. എന്താണ്? മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. ഇനി നിയമസുസ്ഥിതി പാലനമാണ്. സാമൂഹിക ചട്ടങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു. ഇനി യാഥാസ്ഥിതിക അനന്തര സദാചാര ഘട്ടമാണ്. സാമൂഹിക വ്യവസ്ഥാ പാലനവും സാർവത്രിക സദാചാര പാലന തത്വവുമാണ് ഇതിൽ വരുന്നത്. അപ്പം സാമൂഹിക വ്യവസ്ഥാ പാലനത്തിൽ സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മക്കാകുമെന്ന വിശ്വാസം ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളാലും സന്മാർഗിക മാതൃകകളാലും ആയോജനം പുലർത്തുന്നു. ഇനി സാർവത്രിക സദാചാര പാലന തത്വമാണ്. അതിൽ വരുന്നത് സാർവലൗകിക സന്മാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്നു. നീതി, ന്യായം, സമത്വം തുടങ്ങിയവ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധമുണ്ടാക്കി എടുക്കുന്നു. സാർവത്രിക സദാചാര പാലന തത്വം എന്നതിൽ സാർവലൗകിക സന്മാർഗികമായിട്ടുള്ള സിദ്ധാന്തങ്ങളും ആയോജനം പുലർത്തുന്നു. നീതി, ന്യായം, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധമുണ്ടാക്കി എടുക്കുന്നു. അപ്പം ഇത്രയുമാണ് കോൾബർഗിൻ്റെ നൈതിക വികാസഘട്ടങ്ങളും സവിശേഷതകളും എന്നുള്ള ആ ഒരു ടേബിൾ നമ്മൾ പഠിച്ചു. ഇനി സന്മാർഗിക വികാസഘട്ടത്തിൽ അവ ഓരോന്നിനെയും 2ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 6 ഘട്ടങ്ങൾ അഥവാ തലങ്ങളാണ് കോൾബർഗ് നിർദ്ദേശിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തൻ്റെ താല്പര്യത്തിന് അനുസരണമായിട്ട് നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തി കോൾബർഗിൻ്റെ സന്മാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? പ്രായോഗിക ആപേക്ഷികത്വമാണ് അല്ലേ. പ്രായോഗിക ആപേക്ഷികത്വം അത് തൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് എന്താണ് നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ്
നിയമങ്ങളും അതിർവരമ്പുകളും മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സന്മാർഗിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അത് സാർവജനീന സദാചാര ഘട്ടമാണ്. സാർവജനീന സദാചാര തത്വമാണ്. ഇനി പിയാഷെയുടെ സന്മാർഗിക വികസന ഘട്ടങ്ങൾ നോക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ 4 സന്മാർഗിക വികാസ ഘട്ടങ്ങളുണ്ട്. ഒന്ന് അനോമി, ഹെറ്ററോണമി, അതോറിറ്റി, ഹെറ്ററോണമി, റെസിപ്രോസിറ്റി, ആട്ടോളമി, അഡോളസൻസ്. അപ്പം ആനോമി എന്ന് പറയുന്നത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഹെറ്ററോണമി, അതോറിറ്റി ആണെങ്കിൽ 5 to 8 ആണ്. 5 to 8 ആണ്. ഹെറ്ററോണമി, റെസിപ്രോസിറ്റി ആണെങ്കിൽ 8 to 13 വയസ്സ് വരെയാണ്. 8 to 13 വയസ്സ് വരെയാണ്. ആട്ടോണമി, അഡോളസൻസ് ആണെങ്കിൽ 13 to 18 വയസ്സാണ്. നിയമവ്യവസ്ഥ ഇല്ലാത്തതും വേദനയും ആനന്ദവും കുട്ടിയുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായ സന്മാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി എന്ന് പറയുന്നത്. അനോമി എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ ഇല്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായ സന്മാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി. ആദ്യത്തെ 5 വർഷമാണ് ഈ ഒരു ഘട്ടം. ഇനി പ്രതിഫലവും ശിക്ഷയും സന്മാർഗിക വികാസത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടമാണ് ഹെറ്ററോണമി, അതോറിറ്റി ഘട്ടം. അപ്പോൾ ഹെറ്ററോണമി, അതോറിറ്റി ഘട്ടം എന്ന് പറയുന്നത് പ്രതിഫലനവും ശിക്ഷയും സന്മാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടമാണ് ഹെറ്ററോണമി, അതോറിറ്റി ഘട്ടം. ബാഹ്യമായിട്ടുള്ള അധികാരങ്ങൾ സന്മാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഹെറ്ററോണമി, അതോറിറ്റി. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനയനമാണ് ഉൾപ്പെട്ട ഘട്ടം അനോമിയാണ്. റൂസോ നിർദ്ദേശിച്ചിട്ടുള്ള നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനയനം ഉൾപ്പെട്ട ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനോമിയാണ്. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതങ്ങളിലൂടെ കൈവരുന്ന വിനയനമാണ് ഹെറ്ററോണമി, അതോറിറ്റി. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം ഹെറ്ററോണമി, അതോറിറ്റിയാണ്. ഹെറ്ററോണമി, റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടിയുടെ സന്മാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. തനിക്ക് വേദനയുണ്ടാക്കുന്നത് എന്തും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടം ഹെറ്ററോണമി, റെസിപ്രോസിറ്റിയാണ്. ഹെറ്ററോണമി, റെസിപ്രോസിറ്റിയാണ് തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടം. ഇനി 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ഈ ഒരു ഘട്ടം. നീതിബോധത്തിൻ്റെ ഘട്ടമെന്ന് പിയാഷെ വിശേഷിപ്പിച്ച സന്മാർഗിക വികസന ഘട്ടമാണ് ആട്ടോണമി, അഡോളസൻസ്. നീതിബോധനത്തിൻ്റെ ഘട്ടമാണ് ആട്ടോണമി, അഡോളസൻസ്. ഇനി വൈകാരിക വികസനമാണ്. മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെ വികാര പഠന പ്രക്രിയയുടെ പ്രസക്തമാക്കുന്നതാണ് വൈകാരിക വികസനം. ഇമോഷൻ എന്ന സംജ്ഞ ഇമോ വെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഇമോഷൻ എന്ന വാക്കിനർത്ഥം ഇളക്കി ഉണർത്തുക. വ്യക്തിയുടെ ബാഹ്യ പ്രകടനങ്ങളിൽ കാണപ്പെടുന്ന കാര്യക്ഷമമായ അനുഭവങ്ങളും അതോടൊപ്പമുള്ള ആന്തരിക പൊരുത്തങ്ങളും മാനസിക ഉത്തേജ അവസ്ഥകളുമാണ് വികാരം എന്ന് പറയുന്നത്. ക്രോ പറഞ്ഞിട്ടുള്ളതാണ്. വ്യക്തിയുടെ ബാഹ്യ പ്രകടനങ്ങളിൽ കാണപ്പെടുന്ന കാര്യക്ഷമമായ അനുഭവങ്ങളും അതോടൊപ്പമുള്ള ആന്തരിക പൊരുത്തങ്ങളും മാനസിക ഉത്തേജനാവസ്ഥയുമാണ് വികാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്രോ ആണ്. ഇനി ശിശുവികാരങ്ങളുടെ സവിശേഷതകളാണ്. ശിശുവികാരങ്ങൾ അല്പായുസുള്ളവയാണ്, ക്ഷണികതയാണ്. ഇനി ശിശുവികാരങ്ങൾ തീവ്രത. ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു, ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം. ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്, വൈകാരിക ദൃശ്യത. ശിശുവികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു, ആവൃത്തി. ശിശുവികാരങ്ങളുടെ 2 വൈകാരിക അവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും. കുട്ടികളുടെ പ്രധാന വികാരങ്ങൾ നോക്കാം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്തേജിപ്പിക്കപ്പെട്ട അവസ്ഥയാണ് വികാരം. മനസ്സിൻ്റെ ഉത്തേജിത സ്വഭാവം വ്യക്തിയെ പ്രവൃത്യോന്മത്തനാക്കുന്ന വികാരമാണ്. കുട്ടികളിലെ വൈകാരിക രൂപമാതൃകൾ ഭയം, ആകുലത, കോപം, അസൂയ അഥവാ ഈർഷ്യ, പ്രിയം, ആഹ്ലാദം. കുട്ടികളിലെ വൈകാരിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവുമാണ്. ഇനി ഭയമാണ്. ഭയത്തിൽ അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്തുവാനും വിനയം ഉറപ്പുവരുത്തുവാനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നത് ഭയമാണ്. ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങൾ ഉച്ചത്തിലുള്ള ശബ്ദം, ഇരുട്ട്, ഉയർന്ന സ്ഥലങ്ങൾ, മൃഗങ്ങൾ, ഒറ്റപ്പെടൽ, വേദന, അപരിചിതമായ വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവ. 2 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇത് കൂടുതൽ ദൃശ്യമാകുന്നത്. വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായി മാറുന്നത് അമിത ഭയമാണ്. ഇനി അടുത്തതായിട്ട് സംഭ്രമമാണ് വരുന്നത്. മറ്റൊരു വ്യക്തിയെയോ വ്യക്തികളെയോ തന്നെയോ കുറിച്ച് എന്ത് കരുതും എന്ന് അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിലയിരുത്തും എന്നത് സംബന്ധിച്ച് വ്യക്തിക്കുണ്ടാകുന്ന അങ്കലാപ്പാണ് സംഭ്രമം എന്ന് പറയുന്നത്. പരിഹാസ്യനായതോ അപമാനിതനായതോ ആയ സന്ദർഭങ്ങളെക്കുറിച്ച് ഓർമ്മ സംഭ്രമം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. ആകുലതയാണെങ്കിൽ ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത. കുട്ടികളിൽ ഭാവനാശേഷി വികസിപ്പിക്കുന്നതിന് ശേഷമാണ് ഈ വികാരം പ്രത്യക്ഷമാകുന്നത്. യുക്തിചിന്തയുടെ കഴിവ് വികസിക്കുന്നതോടെ ആകുലതയുടെ പിന്നിലുള്ള അർത്ഥശൂന്യത തിരിച്ചറിയുകയും ഈ വികാസത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും
വരികയും ചെയ്യുന്നു. ഉത്കണ്ഠയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ആകുലത ഉത്കണ്ഠയായിട്ട് മാറുകയും അത് മനസ്സിന് വേദനാജനകമായ അസ്വസ്ഥ്യം ഉണ്ടാക്കും. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു. ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങളാണ് വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടും അസാധാരണമായ പ്രതികരണം. ഇനി കോപമാണ്. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവ് മറ്റൊരു വ്യക്തിക്ക് നേർക്ക് പ്രസരിപ്പിക്കുന്ന വ്യവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ശിക്ഷിക്കപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും ഉടലെടുക്കുന്ന വികാരമാണ് കോപം. ബാല്യത്തിൽ കോപപ്രകടനങ്ങൾ സാധാരണയായി കൂടുതലായി കാണുന്നു. ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ഇമ്പൾസീവ് റെസ്പോൺസ്, ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പൊടുന്നനെയുള്ള കോപപ്രകടനമാണിത്. അടിക്കുക, ചവിട്ടുക, കടിക്കുക, തള്ളുക, വലിക്കുക തുടങ്ങിയ ചില മാർഗങ്ങളിലൂടെ കോപം പ്രകടിപ്പിക്കുന്നു. ഇൻഹിബിറ്റഡ് റെസ്പോൺസ്, കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിക്കൽ, വേദന, ദുഃഖം പ്രകടിപ്പിക്കൽ, പരിസരത്ത് നിന്നും മാറിപ്പോകൽ തുടങ്ങിയവ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി കോപത്തിൻ്റെ ഉറവിടങ്ങൾ: അമർഷം, അരിശം, കലിതുള്ളൽ, ആദേശിത കോപം. കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്താൽ കോപം കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയും. കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരാകാത്ത വ്യക്തികൾക്ക് നേരെ കാണിക്കുന്ന കോപമാണ് ആദേശിക കോപം. കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുന്നതിന് കാരണം ആദേശിത കോപമാണ്. ഇനി അസൂയയാണ് നോക്കുന്നത്. അസൂയ തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയോ ലഭിക്കുന്ന സന്ദർഭങ്ങളെ ജനിപ്പിക്കുന്ന വികാരമാണ് അസൂയ. ഭയം, കോപം എന്നീ വികാരങ്ങളുമായി ചേർന്നാണ് ഈ പ്രകടിപ്പിക്കുക. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ തനിക്കുണ്ടാകുന്ന സ്ഥാനമോ വിലയേറിയ മറ്റേതെങ്കിലുമോ തന്നിൽ നിന്നും മറ്റൊരാൾ കവർന്നെടുക്കുന്നു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന മാനസിക അസ്വസ്ഥയാണ് ഈർഷ്യ. അസൂയയുടെ പ്രതികരണം പ്രകടമാകുന്നത് പ്രത്യക്ഷമോ പരോക്ഷമോ ആകാം. അസൂയ പ്രകടിപ്പിക്കുന്നത് ഇടിക്കുക, തൊഴിക്കുക, കടിക്കുക, മാന്തുക മുതലായ പ്രതികരണങ്ങളിലൂടെ ആകാം. വിഷാദമാണ് അടുത്തതായിട്ട്. ഇഷ്ടപ്പെടുന്നവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദനയാണ് വിഷാദം. കുട്ടികളിൽ ഇത് കരച്ചിലായി പ്രകടിപ്പിക്കുന്നു. ഉള്ളിൽ ഒതുക്കപ്പെടുന്ന വിഷാദം ഉള്ളുവലിവ്, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഭീതിജനകമായ സ്വപ്നങ്ങൾ തുടങ്ങിയ രീതിയിൽ പ്രകടമാകുന്നു. ഇനി ജിജ്ഞാസയാണ്. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും അറിയാനായി പ്രകടിപ്പിക്കുന്ന ആഗ്രഹമാണ് ജിജ്ഞാസ. ആനന്ദം ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരത്തിന് സഹായകമായ പ്രവർത്തനത്തിൽ നിന്നും ഉളവാക്കുന്നത് ആഹ്ലാദമാണ്. ആനന്ദത്തിൻ്റെയും ഏറ്റവും ആനന്ദത്തിൻ്റെ ഏറ്റവും മൃദുല ഭാവമാണ് ആഹ്ലാദം. ആനന്ദത്തിൻ്റെ ഏറ്റവും മൃദുലമായ ഭാവമാണ് ആഹ്ലാദം. ആഹ്ലാദവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള കേന്ദ്രങ്ങളായിരിക്കേണ്ടത് വിദ്യാലയങ്ങളാണ്. അഭിലഷണീയമായ വികാരമായി ആനന്ദത്തെ പരിഗണിക്കാം. ശൈശവാവസ്ഥയിൽ ശാരീരികമായ സുഖാവസ്ഥയുടെ പ്രതികരണമായി കുട്ടികൾ ആനന്ദം പ്രകടിപ്പിക്കുന്നു. മിക്കവാറും പുഞ്ചിരിയിലൂടെയുള്ള ഈ വികാരം പ്രകടിപ്പിക്കുന്നത്. സ്നേഹം നോക്കാം. ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്ന വികാരമാണ് പ്രിയം. തൻ്റെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കുന്നവരോടും കൂടെ കളിക്കുന്നവരോടും തനിക്ക് ആനന്ദവും സംതൃപ്തിയും നൽകുന്നവരോടും കുട്ടിക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നു. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നതോടും അടുപ്പം പ്രകടിപ്പിക്കുന്നവരോടും കൂടുതൽ സ്നേഹപ്രകടനം നടത്തുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ: ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏത് എന്നാണ്. ക്ഷണികത, ചഞ്ചലത, തീവ്രത, സ്ഥിരത. അപ്പോൾ സ്ഥിരതയാണ് അതിൻ്റെ ആൻസറായിട്ട് ഉള്ളത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.